നടന്ന് പോകുമ്പോ ഞാൻ നിന്ന് പോകും. നടന്ന് പോകുമ്പോ ഞാൻ ഇങ്ങനെ നിക്ക. ഞാൻ നടന്ന് പോയാ പോലെ. ചൽത്തെ ചൽത്തെ. എന്റെ ഹിന്ദിയിൽ തൂ തും തോ. അത് ഡാൻസിലാണ് അവസാനം പറഞ്ഞത്. എന്താണ് ഈ ഭീമന്റെ പാട്ട് പാടുന്ന പോലെ പാട്ട് പാടുന്ന ഹിന്ദി ഇട്ടിട്ട് മലയാളം പെടുന്നത്? പക്ഷെ നിനക്ക് അതിന്റെ ഹിന്ദി അറിയണം. ജീവിതത്തിലേക്ക് ജീവൻ. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോ വഴിയിലാണ് അവരുടെ വീട്. അപ്പൊ എന്തായി? അതിന്റെ മലയാളം എന്താ നിങ്ങൾ പറയാ? അതിനെ മുझे मालूम ഹലോ, വെൽക്കം ടു സ്വപ്നസ് വണ്ടർലാൻഡ്. ഇന്ന് ഞങ്ങൾ പിന്നെയും ഒരു ചലഞ്ച് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്രാവശ്യം കുറെ പേരായി പറയുന്നത് നമ്മുടെ ചലഞ്ച് വീഡിയോ ചെയ്യാനല്ലേ. അപ്പൊ ഇപ്രാവശ്യം ഇവര് എനിക്കിട്ട് പണി തരാടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്രാവശ്യത്തെ പണി സ്വപ്ന ഇട്ടിട്ട് തന്നെയാണ്. സ്വപ്ന ടഫ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അതിൽ കൊടുക്കാന്ന് വിചാരിച്ചു. കാരണം കഴിഞ്ഞ ഒരു ചലഞ്ച് വീഡിയോയിൽ സ്വപ്ന നൈസായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നു. അവളെ മെല്ലെ അവിടെ ആ സൈഡിൽ നിന്ന് ഒഴിവാക്കിയിട്ട്. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങള് അവളുടെ ഏറ്റവും ടഫ് ആയിട്ടുള്ള മേഖലയ്ക്ക് ഇട്ടിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. ഏതാണ് ആ മേഖല? ഹിന്ദി. ഹിന്ദി പരീക്ഷയ്ക്ക് പോലും അന്നും ഇന്നും എന്നും സ്വപ്ന ഒരു പേടി സ്വപ്നമാണ് ഹിന്ദി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ചും കൂടി രസമാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാല് ഹിന്ദി പാട്ടുകള് ഞങ്ങള് മലയാളത്തില് പറയും. മലയാളത്തിൽ ആ വരിയുടെ അർത്ഥം മലയാളത്തിൽ പറയും. അത് ഏതാണ് പാട്ട് എന്നുള്ളത് സ്വപ്പ് പറയണം. ഹിന്ദിയില് PhD എടുത്തവർക്ക് പോലും പറയാൻ പറ്റുന്ന എനിക്ക് അത് ഭയങ്കര അത് ഒരു രസമുണ്ട് കേട്ടോ. അപ്പൊ ഇതിലൊരു ഈ ആക്ടിവിറ്റിയിൽ രസം കൂടി ഉണ്ട്. രണ്ട് ഭാഷകൾ നമ്മൾ ശരിക്കും പലപ്പോഴും നമ്മൾ ചില ഹിന്ദി സിനിമകൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്ത്, അതായത് ആ ഡബിങ് മാറ്റി ചെയ്യുന്നത്, അതുപോലെ തന്നെ സിനിമയ്ക്ക് അത് ആക്ടേഴ്സൊക്കെ അത് തന്നെയാവും. അതുപോലെ തന്നെ ചില മലയാള സിനിമകൾ ആക്ച്വലി അതാണ് സംഭവിക്കുക. ചില മോസ്റ്റ്ലി സൗത്ത് ഇന്ത്യൻ സിനിമകളൊക്കെ കാണാൻ നമ്മൾ ഹിന്ദിയിലേക്ക് മാറ്റിയിട്ട് അങ്ങനെയും കാണാം. അപ്പൊ അതിൽ ഡബ് ചെയ്യുന്നവരൊരു ഭയങ്കര രസമാണ്. ചിലപ്പോൾ നമ്മൾ ശരിക്കും ചിരിക്കും. കാരണം നമ്മളെ ആ ഒരു രീതിയിലുള്ള സംഭാഷണം ഇങ്ങോട്ട് മാറ്റുമ്പോ അവര് പാട്ടൊക്കെയാണ് അതിൽ നമുക്ക് ശരിക്കും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര രസം തോന്നും. മലയാളത്തിലെ പാട്ട് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കാവ്യാത്മകമായിട്ടുള്ള ലിറിക്സ് ഒക്കെ ആയിരിക്കും വരിക. ഹിന്ദിയിൽ നമ്മൾ വർത്തമാനം പറയണതാണ് അവരുടെ പാട്ട് എന്നുള്ളത് നമുക്ക് അത് മലയാളത്തിലേക്ക് ആക്കുമ്പോഴാണ് മനസ്സിലാവുക അല്ലെ. അത് രണ്ടും അങ്ങോട്ട് വരും കേട്ടോ. ഇനി ഹിന്ദിയിലെ പാട്ടുകൾ മലയാളത്തിലേക്ക് അങ്ങോട്ട് കൺവേർട്ട് അപ്പോഴും ആ ഒരു രസം കാണാം. ഇതും നമുക്കൊന്ന് പരീക്ഷിക്കാം. ഒന്നാമത് എനിക്ക് ഹിന്ദി പാട്ടുകൾ ഒന്നും അറിയില്ല. നമ്മുടെ കൂടെ ഹിന്ദി പാട്ടുകളുടെ മാസ്റ്റർ ആയിട്ടുള്ള ആള് എത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങേരിക്ക് കുറെ ഹിന്ദി പാട്ടുകളൊക്കെ അറിയാം. പിന്നെ ബോബിന് മോളിയെ പട്ടിക്കുട്ടി പോലെ നമ്മളെല്ലാ സ്ക്രീനിലും ഇപ്പൊ ഉണ്ട്. തമിഴാണെങ്കിൽ ഞാനൊരു കൈ നോക്കിയാണ്. തമിഴാണെങ്കിൽ ഒരു ഇതെല്ലാം സെയിം തന്നെയല്ലേ വരിക. അപ്പൊ റെഡി അല്ലേ മിത്തു ഹിന്ദി പാട്ട് പാടാൻ? അപ്പൊ ആ പാട്ട് ഞാനും മിത്തു കൂടിയാണ് ഇരുന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പം മിത്തു ആ സോങ് ഒക്കെ കുറെയൊക്കെ മിത്തുവിന് അറിയാം. അപ്പൊ അറിയുന്നതാണെന്ന് വെച്ചാൽ മിത്തു അത് രണ്ടുപേരും ഒന്ന് മൂളി പാടും. പക്ഷെ മിക്കവാറും ഈ ചലഞ്ചിൽ ഒരു പാട്ട് പോലും ഞാൻ പറയുന്ന എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. എനിക്ക് ഹിന്ദി പാട്ടുകള് അറിയിച്ചാലും മലയാളത്തിൽ നിന്ന് ഹിന്ദിക്ക് ആക്കാനൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ നോക്കിയോ? അതാണ് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ നോക്കുന്നുണ്ടോ. അപ്പൊ അറിയാലോ എല്ലാവർക്കും അതിന്റേതായ രസമുണ്ട്. ഓക്കെ, അപ്പൊ സ്വപ്പു ആദ്യത്തെ പാട്ട് ഇതിക്ക് നോക്കരുത്. ഞങ്ങൾ ഹിന്ദി വെച്ചിട്ടുണ്ട്. അല്ല ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ മലയാളത്തിലാണ് പറയാ. ഇത് കൊടുക്കാം മിത്തു. ആദ്യം ഞാൻ ഇറങ്ങി വണ്ടി എടുത്തിട്ട് വഴിയില് റോട്ടില്. ഞാൻ ഇറങ്ങി വണ്ടി എടുത്തിട്ട് വഴിയില് റോട്ടില് ഇറങ്ങി മുझे मालूम ട്രൈ ചെയ്യൂ. ഞാൻ ഇറങ്ങി വണ്ടി എടുത്തിട്ട് അല്ലേ? ഈ പാട്ട് മിത്ത് ഞാൻ എവിടെയോ പാടി കേട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അറിയില്ല. മേ നിക്കല വണ്ടി എടുത്തിട്ട് ഗാഡി എടുത്തുകൊണ്ട് എടുക്കാന്നുള്ള രീതിക്ക് അറിയില്ല. വഴിയില് റോട്ടില് ഹിന്ദിക്ക് റോഡ് തന്നെയല്ലേ പറയാ. റോഡിൽ വഴിയിൽ ഗാഡിയിലേക്ക് റോഡിൽ റോഡ് ഹിന്ദിയില് റോഡ് തന്നെയാണ് റോഡ് എന്ന് പറയാ. തീരുമാനിച്ചോ? പിന്നെന്താ പറയാ?
നിത്തൊന്ന് പാടുതാ. ആ കേട്ടാ? സടക്ക് വഴിയല്ലേ? സടക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡാണ്. ആ റോഡ് എവിടെയോ ഞാൻ ഓർക്കുന്നു. ഞാൻ വീണ്ടും വീണ്ടും ഹിന്ദി ഞാൻ 10ാം ക്ലാസ്സിൽ നിർത്തിയതാണ്. പിന്നെ മറ്റേ ബോംബെത്തെ ഹിന്ദി പറഞ്ഞാൽ ആ തേരേക്കോ മേരേക്കോടെ അതൊക്കെ ധാരാളമാണ്. അടുത്ത പാട്ട് പോരട്ടെ. ആദ്യത്തെ പാട്ട് ഇങ്ങനെ നന്നായി പറഞ്ഞില്ലേ? ഒരു ലൈൻ ഒരു ഫസ്റ്റ് പറഞ്ഞാ പോരെ. ഇത് മിത്തു ഞാൻ ഒന്ന് എപ്പോഴും നമ്മൾ തുടങ്ങുന്നത് വളരെ എന്താ പറയാ കുറച്ച് അറിയണതല്ലേ വെച്ചിട്ട് കൊടുത്തതാണ്. കാരണം മിത്തു ഈ പാട്ട് എപ്പോഴും എപ്പോഴും ഈ പാട്ട് പാടിക്കുന്ന ഡാൻസ് കളിച്ചിട്ടാണ് പോവുക. അപ്പൊ അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അവർക്ക് ഓർമ്മ ഉണ്ടോന്നുള്ളത്. ഇനി അങ്ങനെയുള്ള ഒന്നും നീ പ്രതീക്ഷിക്കണ്ട. പൊതുവെ അറിയില്ല. ഷാറുഖ് ഖാന്റെ സിനിമയ്ക്കാണെങ്കിൽ നോക്കുക, ഖുഷി, കുറച്ച് ദുഃഖം, കുറച്ച് സന്തോഷം. എന്നാ നിനക്ക് എന്നാ പിന്നെ പിടിച്ചു കൊടുത്തത്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോ വഴിയിലാണ് അവരുടെ വീട്. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോ വഴിയിലാണ് അവരുടെ വീട്. വീട്ടിൽ നിന്ന് ഇറങ്ങി അതും ആ പാട്ടായ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം നടന്നപ്പോ വഴിയിലാണ് കുറച്ച് ദൂരം. കുറച്ചെന്ന് പറയുമ്പോ ഇംഗ്ലീഷ് സോങ് ആക്കി ഹിന്ദി അറിയില്ല. കുറച്ചു ദൂരം നടന്നപ്പോ വഴിയിലാണ് അവരുടെ വീട്. വഴി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ? റാസ്ത. റാസ്തേ മേ ഘർ ഹൈ. അപ്പൊ എന്തായി? ഘർ സേ നിക്കല രാസ്തേ മേ ഘർ ഹൈ. ഒരു പാട്ടാ. അടിപൊളിയല്ലേ? കിട്ടിക്കഴിഞ്ഞു. ഒന്നാമത് എനിക്ക് ഹിന്ദി അറിയില്ല. പൊതുവെ പാട്ട് അറിയില്ല. പുതിയ പാട്ട് ഷാറുഖ് ഖാന്റെ പാട്ട്. ഞാൻ ആകെ ഹിന്ദി സിനിമ ഷാറുഖ് ഖാന്റെയും ഹൃതിക് റോഷന്റെയും പുതിയ പടത്തിൽ നല്ല പാട്ടില്ല, അതുകൊണ്ടാണ്. പുതിയ പടത് അല്ലല്ല. ഓക്കെ घर से निकलते ही कुछ दूर चलते ही കേട്ടല്ലേ? ഞങ്ങള് പറഞ്ഞു കേട്ടിട്ട് ഒന്നും തോന്നരുത് കേട്ടോ. അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പാടുന്നതാണ്. പാട്ടുകാരൊന്നല്ല അവര്. ഈ പാട്ട് കേട്ടില്ലേ? നമ്മുടെ മെയിൻ ഹീറോ, അന്നത്തെ ചോക്ലേറ്റ് ഹീറോ ജുഗൾ ഹൻസരാജിന്റെ. ഷാറുഖ് ഖാൻ, ഹൃതിക് റോഷൻ ഒരാളെ എനിക്കറിയാം. പിന്നെ രമേശന്റെ അക്ഷയ് കുമാറിന് എനിക്കറിയാം. പിന്നെ രൺബീർ കപൂർ അങ്ങനെയുള്ളവരൊക്കെ ചോദിക്കും. അല്ലാതെ വെറുതെ ഏതൊക്കെയോ മനുഷ്യന്മാരെ ചോദിച്ചിട്ട് കാര്യമില്ല. ഇഷ്ടമാണെന്ന് പറയൂ, ഇഷ്ടമാണെന്ന് പറയൂ, ഇഷ്ടമാണെന്ന് പറയൂ, ഇഷ്ടമാണെന്ന് പറയൂ. അല്ല ക്ലൂ അല്ല, അത് തോൽക്കുന്ന നോക്കണ്ട. ഇഷ്ടമാണെന്ന് പറയൂ, ഇഷ്ടമാണെന്ന് പറയൂ. ഇത്ര ഈസി കിട്ടില്ല. അപ്പൊ കിട്ടിയ ഹൃതിക് റോഷനും ഷാറുഖ് ഖാനൊക്കെ ആണെങ്കിൽ മനസ്സിലാവും. ഞാൻ ഈ മറ്റേ പാട്ടൊന്നും ഞാൻ സത്യം പറഞ്ഞാൽ വളരെ കേട്ടത് വളരെ കുറവ്. ആ ലൈന് വെച്ചിട്ടൊന്നും കിട്ടും മലയാളത്തില്. ഇനി അടുത്തത് കപ്പടാന്ന് പറയാൻ കിട്ടാതെ ഹിന്ദിക്ക് ഞാൻ കോമ്പോസിഷനിൽ തുണിന്നൊക്കെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് വ്യത്യാസം. അടുത്തത് എന്നെ എന്നിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോകും. അപ്പൊ വിചാരിച്ച പോലെ കാരണം ഞാൻ വെറും എന്റെ ഹിന്ദി ഫ്രണ്ട്സിനായിട്ട് ഹം തും മാത്രം സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് ഈ ഹമ്മും തുമ്മും അടുത്തത് ഈ ഭയങ്കര കാവ്യാത്മകൊന്നും പറ്റില്ല. കാറ്റേ കാറ്റേ നീ എന്നെ പറപ്പിക്കും. കാറ്റേ കാറ്റേ നീ എന്നെ പറപ്പിക്കും. പോരട്ടെ. അല്ല ഹവാ ഹവയല്ലേ പാട്ട്? हवा हवा ये हवा मुझको उड़ा ले, आजा आजा तू मेरे दिल को चुरा ले, इश्क वाले कार्ड पे नाम मेरा लिखा ले, बीच में ही फंसी है बात आगे बढ़ा ले, बॉयफ्रेंड बना ले, किसी और को पता ले, बॉयफ्रेंड
കൊള്ളാം, വെരി ഗുഡ്. നല്ല ഭാവിയുണ്ട് മക്കൾക്ക്. ഓക്കെ, അടുത്തത്. അപ്പൊ അറിയാം, പക്ഷെ എന്താ വെച്ചാൽ എനിക്ക് ഹിന്ദി ഫുള്ള് പാട്ടുകൾ അറിയില്ല. ഞാൻ അതിന് വേറെയൊക്കെയാണ് പറയാ, അതൊന്നും ഇവിടെ ഞാൻ പറയൂല. എന്നാ അങ്ങനെ അടിച്ചാ അടുത്തത്. നടന്ന് നടന്ന് പോകുമ്പോ ഞാൻ നിന്ന് പോകും. നടന്ന് പോകുമ്പോ ഞാൻ ഇങ്ങനെ നിക്ക, ഞാൻ നടന്ന് പോയാ പോലെ. പിന്നെ എന്തിനാ നടക്കണത്? കുറച്ചുകൂടെ ഇരുന്നാ പോലെ. ഇതുകൊണ്ടാണ് എനിക്ക് ഹിന്ദി പാട്ട് ഇഷ്ടം. കാരണം ഒരു ബന്ധമില്ലാത്ത എന്തൊക്കെയോ വാക്കുകള് നമ്മളിപ്പോ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ എന്നൊക്കെ പറയുമ്പോ എന്താ, അതൊക്കെ തമിഴ്, മലയാളം. നടന്ന് പോകുമ്പോൾ ഞാൻ നിന്ന് പോകും. ചൽത്തേ ചൽത്തേ ആണോ ആണോ ചൂണതല്ല, പാട്ടൊന്നുമല്ല, നടക്കാന്നുള്ളതല്ലേ. ചലത്തെ ചലത്തെ മേ റുക്ക് ആണോ? എനിക്കറിയില്ല. അറിയില്ല. എന്നാ ഞാൻ ആ ട്യൂണില് ഞങ്ങൾ ഇനി പാടിത്തരാം അല്ലേ? അതായത് ഹിന്ദി പാട്ട് മലയാളത്തിലുള്ള നമ്മൾ ഹിന്ദി ട്യൂണിൽ പാടും. മിത്ത് പറയാൻ പറ്റും? മിത്തുന് വായിക്കാറില്ലല്ലേ? ആ, നടന്ന് നടന്ന് പോകും ഞാന് നിന്ന് പോകും. ചൽത്തെ ചൽത്തെ യോഗി. ഇവര് ഒരുമാതിരി അമിതാഭ് ബച്ചന്റെ കാലത്തെ പാട്ടായിട്ട് വന്ന എങ്ങനെ അറിയോ? बैठे बैठे कहीं को जाता हूँ मैं, कहते कहते यूं ही चुप होता हूँ मैं, क्या यही प्यार है? ഈ ചലഞ്ച് വീഡിയോയിൽ ഏറ്റവും ബെസ്റ്റ് ഉണ്ടാവും അച്ഛനെ കൂട്ടണായിരുന്നു. ഇല്ല, അച്ഛനെന്താ വെച്ചാൽ അച്ഛന് ഇതൊക്കെ അറിയാം, അതുകൊണ്ടാണ് അച്ഛനെ കൂട്ടായിരുന്നത്. അച്ഛനറിയാം, അറിയാത്തവർക്കല്ലേ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛന് ഫുൾ പാസ് അടിക്കും. ഇതിനൊരു തമിഴ് ചലഞ്ച് വെക്കാം. അച്ഛനെ നമുക്ക് വേറെ ഹിന്ദിയിൽ മിത്തുനെ ഞാൻ തോൽപ്പിക്കും തമിഴ് വെച്ചിട്ട്. മിത്തു ഒന്ന് പറഞ്ഞു ഞാൻ കാണട്ടെ. ഓ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാവ്യാത്മകമാവാം. അപ്പൊ അടുത്തത്, എന്റെ ജീവിതത്തിലേക്ക് നീ വസന്തകാലമായി വന്നു, എന്റെ ഹൃദയത്തിൽ നീ തന്നെ താമസിക്കൂ. എന്റെ ജീവിതത്തിലേക്ക് നീ ജീവിതം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലേക്ക് നീ വസന്തകാലമായി വന്നു, എന്റെ ഹൃദയത്തിൽ നീ തന്നെ താമസിക്കൂ. പറ്റില്ല. അതാണല്ലോ ഇതിന്റെ ഭാഗ്യം. അങ്ങനെ ജീവിതത്തിലേക്ക് ജീവൻ നീ വസന്തകാലമായി. സംരംഭത്തിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. വസന്തകാലമായി നീ വന്നു. വിളിക്കാം അതുപോലെ വസന്തകാലം. എന്റെ ഹൃദയത്തിൽ നീ തന്നെ താമസിക്കും. അറിയില്ല. അറിയില്ല. ആയേ ഹോ മേരി ജിന്ദഗി മേ തും ബഹാർ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ തരല്ലേ? അത് ശരി. പിന്നെന്താ ഇത്ര നല്ല പാട്ടുകളൊക്കെ നിങ്ങൾക്ക് അറിയോ? ഈ പാട്ടുകളൊക്കെ സാധാരണ ആൾക്കാർക്ക് പോലും ഞങ്ങൾ എല്ലാ ഇതൊന്നും റേഞ്ചിലും പിടിച്ചതാണ് കാവ്യാത്മകമായിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വപ്പം നമുക്ക് ഏറ്റവും എന്താ പറയാ എളുപ്പമുള്ള കൊടുക്കാം. എനിക്ക് ഉറക്കം വരാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല, എനിക്ക് ഉറക്കം വരാറില്ല. എനിക്ക് ഉറക്കം വരാറില്ല, ഉറക്കം വരാറില്ല, ഉറക്കം വരാറില്ല. ഉറക്കണ്ടല്ലേ? ട്യൂണില് പാടൊക്കെ ട്യൂണ് കിട്ടുന്നില്ല. ഇവർക്ക് തന്നെ അറിയില്ല. പിന്നെ എനിക്ക് ഉറക്കം വരാറില്ല, ഉറക്കം വരാറില്ല, ഉറക്കം എനിക്ക് ഉറക്കം വരാറില്ല, ഉറക്കം വരാറില്ല, ഉറക്കം വരാറില്ല. ഇതൊരു മുझे नींद न आए, नींद न आए, नींद न आए. അറിയില്ലേ പാട്ട്? ശരി. ഞങ്ങള് എന്താ അറിയോ, സി വളരെ ടഫായിട്ടാണ് ഹിന്ദി സോങ്സ് ഉണ്ടാവുക. അവരുടെ കവിത ഭയങ്കര ഡിഫറെന്റാ. അത് ഞങ്ങൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത് പലതിന്റെയും നമുക്ക് മലയാളത്തില് വേർഡ്സ് നമുക്ക് ശരിക്കും കിട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്ന അറിയോ, നിനക്ക് ആ വേർഡ്സ് ഉള്ള ടൈപ്പ് സോങ്സ് ഞാൻ സെലക്ട് ചെയ്തിരിക്കാം. ഇപ്പൊ മുझे नींद न आए, എനിക്ക് ഉറക്കം വരാല്ലേ, വളരെ ക്ലിയർ അല്ലേ? അങ്ങനത്തെ ഞങ്ങൾ കണ്ടുപിടിച്ചിരുന്നു. അത് പറയുന്നത് നീ കുറച്ച് റൊമാൻസ് ആവാം.
കണ്ടു ഞാൻ ആദ്യമായിട്ട് പ്രിയപ്പെട്ടവന്റെ കണ്ണിൽ സ്നേഹം. ഓ. അതല്ലേ ആ. ഇത് ഹിന്ദി അമ്മ. തുജെ ദേഖാ തോ ये जाना. കണ്ടു ഞാൻ ആദ്യമായി പ്രിയപ്പെട്ടവന്റെ കണ്ണിൽ സ്നേഹം. എനിക്ക് ഇതെല്ലാം ഒന്നായി തോന്നുന്നുണ്ടല്ലേ? ഏ? എന്താണ്? കണ്ടു ഞാൻ ആദ്യമായിട്ട് പ്രിയപ്പെട്ടവന്റെ കണ്ണിൽ സ്നേഹം. ദേഖാ ഹെ പെഹലെ. ആ, അതാണ് ഞാൻ അതുകൊണ്ട് എത്ര ഈസി ആയിട്ട് ഇങ്ങനത്തെ സോങ്സ് സെലക്ട് ചെയ്ത്. കണ്ടോ, നീ വരുന്നോക്ക്. അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഒന്നും കിട്ടില്ല. ദേഖാ ഹെ പെഹലെ. ഇത്ര കേട്ടാ പോലും ഒരു സോങ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ദേക്കാ ഹെ പേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ ദേക്കാ ഹെ പേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂൺ കിട്ടില്ല. ദേഖാ നാ 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 നാ. ആ ട്യൂൺ अम्मा. ഒരു ട്യൂൺ എന്ന് പറഞ്ഞുതരോ? നാ 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 നാ. देखा है पहली बार साजन की आंखों में प्यार. टुक 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 टुक. ഇപ്പൊ ട്യൂൺ കിട്ടിയോ? ആ പാട്ട് നന്നായിരുന്നു. ടുക്കുറു 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 ടുക്കുറു. അതിന്റെ മലയാളം എന്താ നിങ്ങൾ പറയാ? അതിനെ ടുക്കുറു ടുക്കുറു. അങ്ങനത്തെ ഒപ്രമത പോലത്തെ ചലഞ്ച് വീഡിയോസ് ടുക്കുറു എന്നുള്ളതിന്റെ മലയാളം എന്താ? ടുക്കുറു. മിത്തു എന്നല്ല എന്താ മലയാളം? മിത്തു. അടുത്തത് കള്ളം പറഞ്ഞ കാക്ക കൊത്തും. आदा. കള്ളം പറഞ്ഞ കാക്ക കൊത്തും. ചൂട്ട് പോലെ ചൂട്ട് പോലെ കവാ കാട്ടെ. ഈ പാട്ട് എനിക്ക് അറിയാനുള്ള കാരണം എന്താ അറിയോ? ഇതിപ്പോ ഏത് സിനിമയായിരുന്നു? മുझसे दोस्ती करोगेलो ഒരു ഇപ്പൊ 2-3 ദിവസമായിട്ട് ഇത് വെറുപ്പിക്കുന്നുണ്ടായിരുന്നു. ഏതൊരു ഹിന്ദി സിനിമയിലത്തെ അന്താക്ഷരി കണ്ടിട്ട് രാവിലെ മുതൽ രാത്രി വരെ ഈ പാട്ടേ ഉള്ളൂ. അപ്പൊ കാക്ക പറപ്പ കൗവ അതൊക്കെ എനിക്കറിയാം. അപ്പൊ അതന്നെയാണ് സംഭവം. അതുകൊണ്ടാണ് ഞങ്ങൾ വളരെ ഈസി ആയിട്ടുള്ള സംഭവങ്ങൾ തരുന്നത്. മനസ്സിലായില്ലേ? അത് ശരി. ആ, ഇനി കുറച്ച് നല്ല പാട്ട് വരട്ടെ. ഓക്കെ. സുന്ദരികളെ സൂക്ഷിച്ചോളൂ ഞാൻ വന്നിട്ടുണ്ട്. സുന്ദരികളെ സൂക്ഷിച്ചോളൂ ഞാൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് കൺവേർട്ട്. അത്ര മാത്രം. സൂരത്ത്. സുന്ദരി എന്നുള്ള എന്താ പറയാ? സുന്ദരി ഓ. സുന്ദരി ഒന്നിറങ്ങി. ആ, അങ്ങനെ കൺവേർട്ട് ചെയ്യണ്ട. കുറച്ചൊരു കുറച്ചുകൂടി ഞാൻ കാവ്യാത്മകമായിട്ട് ആ, കണ്ടു. എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ അതെന്താവത് കേൾക്കട്ടെ. സുന്ദരി ഹേ സുന്ദർ ലടുക്കി. അങ്ങനെയല്ലേ സുന്ദരിക്ക് പറയാ? പക്ഷെ അതിന് വേറെയും വേറെ വാക്ക് വാക്കുകളുണ്ടല്ലോ. ഞാൻ പര്യായം പഠിക്കാറില്ല. ഐ എം വെരി സോറി. അതന്നെ. ഇന്നലെ ചേച്ചി ഞാൻ ഏത് സെക്കൻഡ് ലിറിക്സ് ഓർമ്മയിട്ടില്ല. ബച്ചന ബച്ചനാന്നൊക്കെയാണോ അതിന്റെ പേര്? സുന്ദരി എന്ന് പറഞ്ഞ ബച്ചന. ബച്ചന ഈ ഹസീനോ. ഹസീനോ എന്ന് പറഞ്ഞ സുന്ദരികൾ. അത് ഹസ്ന. ഒരു തീരുമാനമായി. ഹസ്ന പറഞ്ഞ ചിരിക്ക, ഹസീനോ എന്ന് പറഞ്ഞ സുന്ദരികളെ പറയാം. അപ്പൊ ബച്ചന പറഞ്ഞ സൂക്ഷിച്ചോളൂ. ബച്ചനായേ ഹസീൻ. ഓ ഇത് ഇങ്ങനെ ഉൾട്ടടരുത്. സൂക്ഷിച്ചോളൂ സുന്ദരികളെ ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്. പറയണം. ആ കറക്റ്റ് വരി പറയണം. സൂക്ഷിച്ചോളൂ ഇത് രാമായണത്തിൽ രാവണ വാസ് കിൽഡ് ബൈ രാമ പോലെ ആവരുത്. അപ്പക്ക് കിട്ടില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ പറയേണ്ടത് സൂക്ഷിച്ചോളൂ സുന്ദരികളെ ഞാൻ വന്നിട്ടുണ്ട്. ഓ എന്നാ നീ പറഞ്ഞിരുന്നു. അതിപ്പോ മനസ്സിലായി. എന്നാ ചോദിക്കട്ടെ, ഇങ്ങനെ പെട്ടെന്ന് ടെൻഷൻ ആവണ്ടേ? എന്തിനാണാവോ ടെൻഷൻ? അല്ലെങ്കിൽ ഹിന്ദി കുഴപ്പമില്ല. ആ, ഇത് ഞങ്ങൾക്ക് കിട്ടും. കണ്ണ് തുറന്നിട്ടാണോ അതോ അടച്ചിട്ടാണോ? അതെനിക്ക് എങ്ങനെ അറിയാം? തുറന്നിട്ടാണ്. ഉണ്ട കണ്ണീർ തുറന്നിട്ടാണ്. ആങ്ക് ഖോലെ. ആങ്ക് കോലെ. ഖോല. കൊല കൊല. എന്തൊക്കെ അറിയില്ല. ഒന്ന് ക്ലൂ തരേ. സിനിമ നാ, 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 നാ. അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞത്. ഇതാണ് ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. നാ, 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 നാ. അതന്നെ തിരിച്ചിങ്ങോട്ട് പറയുന്നത്. ഒന്നാമത് ലിറിക്സ് അറിയാത്ത എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഞാൻ കുറച്ച് തമിഴ് ചോദിക്കട്ടെ. दीदार उनका होता है कैसे कहूँ मैं ओ यार आई प्यार कैसे होता है. മ്യൂസിക് മാത്രമേ അറിയുള്ളൂ. ഇത് മുഹബത്തിന്റെ. അപ്പൊ അടുത്ത മുഹബത്തെ കണ്ടിട്ട് അഹങ്കാരാണ് ആ കാണുന്നത്. മൂന്നാലെണ്ണം വിത്ത് പറഞ്ഞതാണ് കേട്ടോ. അത് പപ്പ ഇത് കൊടുത്താൽ എന്നാ ശരി. ഞങ്ങള് ഇത് മറ്റേ സ്വപ്പ് ഉറപ്പായി പറയും. പക്ഷെ ഇത് ഞങ്ങള് പണ്ട് എപ്പോഴും പറയാറുള്ളതാണ്. ഞങ്ങൾ പണ്ട് അതായത് നമ്മള് പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മള് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് നമ്മള് ഈ സോങ് എപ്പോഴും പറഞ്ഞ് നമ്മൾ കളിക്കാറുണ്ട്. അച്ഛൻ പറയാ ചെറിയ കുട്ടികളല്ല, പണ്ട് പറഞ്ഞ കല്യാണം കഴിഞ്ഞ സമയത്ത് അച്ഛൻ പറയാറുണ്ട് ഞാൻ വലിയ ആളാവുന്നു.
ഇതിന് ഭയങ്കര ഒരു നസ്റ്റ് ഫീലിംഗ് ആണ്. കല്യാണം കഴിഞ്ഞ സമയത്ത് വാട്സാപ്പ് ഇല്ല, നെറ്റ് ഇല്ല, അന്ന് വാട്സാപ്പിന് ഇറങ്ങിയിട്ടില്ല, ആകെ ഒരു ഫേസ്ബുക്ക് ഉള്ളു. അപ്പൊ അന്ന് മൊബൈലിലൊന്നും ഈ വാട്സാപ്പും പരിപാടികളൊന്നും ഇല്ല. അങ്ങനെ ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോ തോന്നുന്നു എപ്പോഴും വാട്സാപ്പും അങ്ങനത്തെ ഇല്ലെങ്കിൽ നല്ല രസമായിരുന്നു. വലിയ ആളാന്ന്. അതുപോലെ ഞങ്ങള് ചെറിയ കുട്ടികളാകുമ്പോ പറഞ്ഞിരുന്ന ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ഞാനും എന്റെ ചേച്ചിയും കൂടെ ഇപ്പൊക്കെ അത് ഓർമ്മ വന്നു. എന്റെ അമ്മേ ഒന്ന് കാണാൻ എത്ര അങ്ങനെ അമ്മമാരെ അടുത്ത് കൂടെ പോകുമ്പോ ഞാനും ഗീതും അനിയത്തിയും ചേച്ചിയും കൂടെ അങ്ങനെ പറയും പറയാം എന്റെ അമ്മേ. അപ്പൊ അമ്മ തിരിഞ്ഞു വെക്കും ഒന്ന് കാണാൻ. മിക്കവാറും ദിവസങ്ങളിൽ അടി കിട്ടാറുണ്ട്. അതെന്റെ ചേച്ചിയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത്ര പറഞ്ഞു തന്നിട്ടില്ലേ എന്റെ അമ്മ പറഞ്ഞിട്ട് അത് അങ്ങനത്തെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഉടായിപ്പ് ടീമാണ്. അടുത്തത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്? അതെനിക്കും ചോദിക്കല്ലോ, നിങ്ങളൊക്കെ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നു? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്? ഞാൻ വിളിച്ചിട്ടില്ല ആരെയും. അതോടെ ഇങ്ങോട്ട് വരും വേണ്ട. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അറിയില്ല. അല്ല, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. നിങ്ങൾ വിളിച്ചോണ്ട് ഓടി വന്ന് എന്നെ വേണം പറയാൻ. ഈ ചലഞ്ച് വീഡിയോയിൽ ഇരുന്ന വിളിച്ചത് നിങ്ങളല്ലേ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ ഗുഡ്. ഇതിനോട് ചോദ്യം ഉണ്ടാക്കാനല്ല പറഞ്ഞത്, പാട്ടുണ്ടാക്കാനാണ് പറഞ്ഞത്. ശരി, ഓക്കെ, ശരി. ഞങ്ങൾ അതിന് ഇനി ട്യൂൺ വെച്ചിട്ട് കിട്ടി. ഇനി ഞങ്ങൾ പറയട്ടെ, നിങ്ങൾ എന്നുള്ളതിനൊക്കെ നമ്മള് കുറച്ചുകൂടി ബഹുമാനത്തിൽ നമുക്ക് പറയാം. നിങ്ങൾ എന്തിനാണ് ഒന്നും കൂടി വിത്തോ? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ശരിക്കും പിന്നെ അടുത്ത് വിട്ടെ. അത് നിങ്ങൾ വിളിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ ഇതന്നെ പറയപ്പെട്ട പാടിക്കാണ്. കുറച്ച് വെള്ളം തരും, വെള്ളം. നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട്? കിട്ടുന്നില്ല ട്യൂണ്. നിങ്ങൾ എന്തിനാ വന്നത് ഇങ്ങോട്ട്? എന്താണ് ശരിയല്ലേ? അറിയോ? किधर आपने बुलाया इसलिए आइए तो काम भी बताइए तो पहले जरा आप मुस्कुराइए. വെരി പുവർ പീപ്പിൾ. എനിക്കൊന്നും പറയാനില്ല. കൺട്രി ഫെലോസ്. ഓക്കെ, അടുത്തത്, നിന്റെയും എന്റെയും ഇടയിൽ. നിന്റെയും എന്റെയും ഇടയിൽ എങ്ങനെയാണ് ഈ ബന്ധനം ഉണ്ടായത്? നിന്റെയും എന്റെയും ഇടയിൽ. അപ്പൊ തൂ പാടോ? എന്ത് റെസ്പെക്ട് വേണോ? അങ്ങനെ നിങ്ങൾ പറയുന്നതനുസരിച്ച് കൂട്ടും. റെസ്പെക്ട് വേണ്ടെങ്കിൽ തൂ, ഇല്ലാന്നുണ്ടെങ്കിൽ തും, അല്ലെങ്കിൽ ആ. നിന്റെയും എന്റെയും ഇടയിൽ എന്തൊക്കെയാണ് അമ്മ? നീ എന്ന് പറഞ്ഞതിന് വെറും ഒരു ആപ്പും തുമ്മല്ലേ ഉള്ളൂ. ഞാൻ ആപ്പ് വെച്ച് കളിക്കുന്നത്. എന്റെ ഹിന്ദിയിൽ തൂ തും തോ അത് ഡാൻസിലാണ് അവസാനം പറഞ്ഞത്. പറ, നിന്റെയും എന്റെയും ഇടയിൽ. എന്താണ് നിന്റെയും എന്റെ ഇടയിൽ? നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ ഇതായിരിക്കും. मेरे बीच में कैसा है बंधन. അഞ്ചാണ് കറക്റ്റ്. അറിയില്ല ഒന്നും. ആരെ പടാന്നറിയോ? കമലഹാസന്റെ പടം. മോളെ ഹിറ്റ് പടം. തമിഴോ?
ഞാൻ സത്യം പറഞ്ഞ ഹിന്ദി സിനിമ കാണാറില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഷാറുഖ് ഖാന്റെയും ഹൃതിക് റോഷന്റെയും അങ്ങനെ വളരെ കുറച്ച് സിനിമ ഞാൻ കാണാറുള്ളൂ. എനിക്ക് പാട്ടുകളൊന്നും അറിയില്ല. ഷാറുഖ് ഖാന്റെ പാട്ട് ഷാറുഖ് ഖാന്റെ പാട്ടൊന്നും നമ്മൾ അധികം വെച്ചിട്ടില്ല. അത് കാരണം ഇവർക്ക് അറിയില്ല. വെരി ബാഡ്. കൊടുത്ത ഞങ്ങൾക്കായി ഇപ്പൊ അവസാനം ഒന്നും അറിയില്ല. നിങ്ങൾ വെറുതെ എന്തെങ്കിലും. താങ്ക് യു വെരി മച്ച്. സോ എന്റെ മനസ്സ് എന്തൊരു ഭ്രാന്താണ്, അത് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. തമാശക്കെങ്കിലും കേൾക്കാൻ പറ്റില്ല. എന്റെ മനസ്സ് മേരാ മൻ പാഗൽ ഹൈ. അതാണ് അതിന് വ്യത്യാസമൊന്നുമില്ല. നിന്നെ പറ്റി എഴുതിയതാണ്. എന്റെ മനസ്സ് എന്തൊരു ഭ്രാന്താണ്, അത് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ ട്യൂണ് കിട്ടിയാ പോയി. അത് നീ കറക്റ്റാ. എന്റെ മനസ്സ് എന്തൊരു ഭ്രാന്താണ്, അതങ്ങനെ കറക്റ്റ് ഹിന്ദിയിലാക്കിയ പാട്ടായി. നിങ്ങൾ അത് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്താണ് ഈ ഭീമന്റെ പാട്ട് പാടുന്ന പോലെ പാട്ട് പാടുന്ന ഭീമനോട് ഇങ്ങനെ പാട്ടാണ്. പല്ല് ഇങ്ങനെ പിടിച്ചിട്ടാ ഭീമനോഗുന്റെ മിമിക്രി ആർട്ടിസ്റ്റ് കഴിഞ്ഞാണോ ഭീമനോഗിനോട് പാട്ടിടുന്ന ഭീമനോഗുന്റെ മിമിക്രി അങ്ങനെയല്ലേ. അറിയില്ല, കൊറേ പാടല്ലേ. कितना पागल है ये प्यार तो तुमसे करता है. പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ എത്ര ഒരു പര്യായങ്ങൾ മൻ എന്ന് പറഞ്ഞാൽ മൻ പാടില്ല. അതിന്റെ ഇടയിൽ ദില്ല് ഒന്നും പാടില്ല. ഈസി ആയിട്ടൊന്നും കൊടുക്കാം. വെളുത്ത വെളുത്ത മുഖത്ത് കറുത്ത കറുത്ത കണ്ണട. കാലി കാലി അല്ലേ? അല്ല കാലി കാലി ചഷ്മ. ഗോരി ഗോരി മുക്കടപ്പെ കാലി കാലി ചഷ്മ. ഒന്നും പറയാതെ ഒരു സാധനം കിട്ടിയുണ്ടോ? ഇത്രയും ഈസി ആയിട്ട് പറയുന്നില്ല. കൺവേർട്ട് ചെയ്യാൻ ചഷ്മ അതല്ലേ? അതല്ലേ കറക്റ്റ് ആണ്. അതും അടിച്ചു പിന്തിക്കുന്നതാണ്. അപ്പൊ മുഖത്തിന് എന്താ പറയാ? എന്താ പറയാ? ഓക്കെ. അപ്പൊ അവസാനത്തെ സംഭവം സന്തോഷല്ലേ? പക്ഷെ ഇതിനെ പ്രതികാരം തീർക്കാൻ ഞാൻ വരും. ഒരു വരവ് കൂടി വരേണ്ടി വരുമല്ലേ? പ്രത്യേകിച്ച് തമിഴ് ഇട്ടിയാ പോലും ഒരു തമിഴ് പാട്ട് പോലെ അല്ല. തിരിച്ചങ്ങോട്ട് കൊടുത്താൽ മതി, ഹിന്ദി ഇട്ടിട്ട് മലയാളം കൊടുത്താൽ മതി. പക്ഷെ നിനക്ക് അതിന്റെ ഹിന്ദി അറിയണം. ഹിന്ദി നെറ്റിൽ നോക്കി സെർച്ച് ചെയ്യും. അതിന്റെ മലയാളം വിത്ത് പറയുന്നത് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറയൂ, സെക്കൻഡ് ലോ പറയൂ, തേർഡ് ലോ പറയൂ. അടുത്തത് നീല നീല ആകാശത്ത് ചന്ദ്രൻ വന്നപ്പോ സ്നേഹം പൊഴിച്ചു. അറിയില്ല, പാടും. അറിയില്ല ലിറിക്സ്. അങ്ങനെ അവസാനത്തെ അറ്റ്ലീസ്റ്റ് പാട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണം ചാന്ദ് ജബായേ प्यार बरसाए हमको तरसाए ऐसे कोई साथी हो ऐसे कोई प्रेमी हो प्यास दिल की बुझा जाए नीले नीले अंबर पर चांद जबाए. എന്തായാലും ഇതിനുള്ള ശിക്ഷ പ്രതികാരം ഞാൻ ഫിസിക്സ് മാലയുമായി വരുന്നതായിരിക്കും. കുറച്ച് ലോസ് ഓംസ് ലോ മറ്റേ ലോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളും പറയുകൊണ്ട് ഇവർക്ക് എന്ത് പണിയാണ്, എന്ത് ചലഞ്ച് വീഡിയോ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങളും കൂടെ പറയൂട്ടാ. അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമായില്ലേ? അതന്നെയാണ്, കൊടുക്കുന്നവർക്ക് മേടിക്കുന്നവർക്കാണ് ഇഷ്ടം ഉണ്ടാവാതിരിക്കുക. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്രാവശ്യം ഞങ്ങൾ കൊടുത്തു പണി. അപ്പൊ അടിപൊളിയായിരുന്നു. സോ ഇപ്പൊ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ഒട്ടും എൻജോയ് ചെയ്തു. അപ്പൊ നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടാവും വീഡിയോ വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് അങ്ങോട്ട് പോവാ. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.